ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഞാൻ ബാംഗ്ലൂർ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഈ ഓപ്പർച്യൂണിറ്റി തന്നത് മറ്റാരുമല്ല എന്റെ അമ്മയും അതേപോലെ തന്നെ ബ്രാൻഡ് ന്യൂ RTC മിസ്റ്റർ സച്ചിൻ ബാബു സാറാണ്. എനിക്ക് പീരിയഡ്സ് എന്നൊരു പ്രോബ്ലം എന്താ പറയുക ഞാൻ മെച്ചോർഡ് ആയ സമയം തൊട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് എന്റെ അമ്മ പറഞ്ഞത് നീ ബിസിനസ് ഒന്നും ചെയ്യേണ്ട, നിനക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നും ഞങ്ങൾക്കറിയാം, പക്ഷെ ഇതിലത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് വുമൻ കമ്പാനിയൻ എന്നുള്ളത്. അങ്ങനെ അതിന് മുന്നേ ഞാൻ ഗൈനക്കോളജിനൊക്കെ 2-3 ഗൈനക്കോളജിനൊക്കെ കാണിച്ച സമയത്ത് അവർ പറഞ്ഞത് നിനക്ക് ബ്ലഡിന്റെ കുറവാന്നുള്ളത്. അങ്ങനെ കുറെ ഹീമോഗ്ലോബിൻ കൂടാനുള്ള ബ്ലഡ് അല്ല സിറപ്പ് എല്ലാം കുടിച്ചപ്പോ ആ ഒരു ടൈമിൽ പ്രോപ്പർ ആവും എന്നല്ലാണ്ട് നെക്സ്റ്റ് തൊട്ട് എനിക്ക് അത് കണ്ടിന്യൂറ്റി പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എന്റെ അമ്മ പറഞ്ഞത് ഈ പ്രൊഡക്റ്റ് ഒന്ന് നീ യൂസ് ചെയ്ത് നോക്ക്, നല്ല പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത്. ശരി എന്തായാലും ഒന്നും ഞാൻ പൈസ ഒന്നും മുടക്കുന്നില്ല, എന്നാ പിന്നെ പ്രൊഡക്റ്റ് എങ്കിലും യൂസ് ചെയ്ത് നോക്കാന്നുള്ളതിനെ കൊണ്ട് അന്ന് ഹെൽത്ത് വുമൻ കമ്പനിയൻ അതേപോലെ സൈക്ലോ എന്ന് പറഞ്ഞ 3 പ്രൊഡക്ട്സ് കൃത്യമായിട്ട് 3 മാസം കഴിച്ചു. ആ കഴിച്ചതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു നിമിഷം വരെ എനിക്ക് ആ ഒരു പീരിയഡ്സിന്റെ പ്രോബ്ലം ആയിക്കോട്ടെ, ബാക്ക് പെയിൻ ആയിക്കോട്ടെ, വയർവേൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പ്രൊഡക്റ്റിനോട് അന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബിലീഫ് വന്നു. അതേപോലെ തന്നെ എന്റെ അനിയത്തി, ഞങ്ങൾ തമ്മിൽ ഒരു 12 വയസ്സുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അവളിപ്പോ 6ാം ക്ലാസ്സിലാണ് ഉള്ളത്. അന്ന് 4ാം ക്ലാസ് 5ാം ക്ലാസ് ആ ഒരു ടൈം 4ാം ക്ലാസ് ആയിരുന്നു തോണ്ട്. ആ ടൈമിൽ അവൾക്ക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടായിട്ടില്ല. എല്ലാ ആഴ്ചയും ക്ലിനിക്കിൽ കൊണ്ടുപോവുക, തീരെ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ കോൽ പോലത്തെ ഒരു സാധനമായിരുന്നു. അപ്പൊ അവൾക്ക് ന്യൂട്രലൈഫും കവചപ്രാശവും കൃത്യമായിട്ട് കൊടുത്ത സമയത്ത് അവൾക്ക് നല്ല അങ്ങനെ തടി വെച്ചു എന്നുള്ളതല്ല, പക്ഷെ അവൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി, പ്രോപ്പർ ആയിട്ടുള്ള വൈറ്റമിൻസ് എല്ലാം കിട്ടിയ സമയത്ത് അവളുടെ ഹെൽത്ത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയി. അപ്പൊ അത് വീട്ടിൽ തന്നെ ഞാൻ ഇത്രത്തോളം റിസൾട്ട്സ് കണ്ടുകൊണ്ട് തന്നെ ഞാൻ പ്രൊഡക്റ്റിനോട് അത്രത്തോളം ബിലീഫാണ് എനിക്ക് ഉണ്ടായത്. അങ്ങനെ മെല്ലെ ഇത് അമ്മയാണ് എന്റെ വീട്ടിൽ ആദ്യമായിട്ട് ഇത് ഏറ്റെടുത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് ബോട്ട് ട്രിപ്പ് കോണ്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോട്ട് ട്രിപ്പ് ഉള്ള സമയത്ത് എന്റെ അമ്മ എന്റെ വീട്ടിലുള്ള എല്ലാ എന്താ പറയാ പേരിലും ബോട്ട് ട്രിപ്പ് കോണ്ടസ്റ്റ് അച്ചീവ് ചെയ്ത് ഞങ്ങൾ 3 പേരും, ഞാനന്നൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷെ അച്ചീവർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഈ പ്രൊഡക്ട്സ് ഒക്കെ പിന്നെ പർച്ചേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് റീറ്റെയിലൊക്കെ അമ്മ ചെയ്യാൻ തുടങ്ങി. ഞാൻ നല്ല രീതിക്ക് നല്ല രീതിക്ക് റീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ ഈ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഈ ട്രാവലിംഗ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോ ലീഡേഴ്സ് ഇങ്ങനെ പറഞ്ഞു, ഒബ്വിയസ്ലി ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്ത് ലീഡേഴ്സിന്റെ ആദ്യത്തെ നോട്ട് ആ വീട്ടിലത്തെ ഏറ്റവും ചെറിയ ആളെ ആയിരിക്കും ശരിക്കും നോട്ട് ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ എന്നോട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നെക്സ്റ്റ് എന്നോട് പറഞ്ഞു. പക്ഷെ 2-3 വട്ടം ലീഡേഴ്സ് വന്ന് പറഞ്ഞിട്ടും ഞാൻ വലിയ രീതിക്കുള്ള എന്താ പറയുക ഒരു സീരിയസ്നെസ് ആയിട്ട്, കാരണം ഈ ഒരു മേഖല എന്താന്ന് എനിക്ക് അറിയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു മേഖല ഉള്ള കാര്യം പോലും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ലീഡേഴ്സ് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ വലിയ രീതിക്ക് മൈൻഡ് ചെയ്തില്ല. പിന്നെ പറഞ്ഞത് എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമാണെന്ന് ഇവർ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്ക് ട്രാവലിംഗ് ഇഷ്ടമല്ല, എന്നാ പിന്നെ നീ ഫ്രീ ഉള്ള സമയത്ത് വയനാട്ടിൽ വാങ്ങിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കുറെ പേരുണ്ട് വയനാട്ടിലൊക്കെ ഉണ്ട്, കേട്ടോക്ക് എന്നുള്ളത്. ശരി അന്നൊക്കെ ഞാൻ അച്ഛനമ്മേനെ കൂടെ വെറുതെ ഒരു അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് 2-3 വട്ടം നാട്ടിലേക്ക് വന്നു, ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ടു. പക്ഷെ എനിക്കതൊന്നും കൃത്യമായിട്ട് മനസ്സിലായില്ല എന്നുള്ളതല്ല, ചെവി കൊണ്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോഴും എനിക്കൊരു സിറ്റുവേഷൻ ഓർമ്മയുണ്ട്. കണ്ണൂരിലെ ഒരു പ്രോഗ്രാം, പ്രസാദ് സാറിന്റെ പ്രോഗ്രാം ആയിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്ന സമയത്ത് അദ്ദേഹം മോളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മോളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. എത്ര പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, 2 ഒരു സ്റ്റെപ്പായിട്ടായിരുന്നു ഉണ്ട്. താഴത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കരയുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇവരൊക്കെ എന്തിനാ ഈ കരയുന്നത്, ഇദ്ദേഹം ആരാന്നുള്ളതൊക്കെ ഇങ്ങനെ വിചാരിച്ചു ഭയങ്കര ബൂസ്റ്റപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഞാൻ അന്ന് കെയർ ചെയ്തിട്ടില്ല. പക്ഷെ റിട്ടേൺ വന്നു. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റിന് റിസൾട്ട് ഉള്ളതുകൊണ്ട് ഞാൻ മെല്ലെ പിന്നെ പൈസയ്ക്കും കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ മെല്ലെ റീറ്റെയിലൊക്കെ ചെയ്യാൻ തുടങ്ങി. റീറ്റെയിലൊക്കെ ചെയ്ത സമയത്ത് പ്രൊഡക്ട്സ് കൊടുത്ത ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ടും കിട്ടി. അതേപോലെ തന്നെ നല്ല ചെറിയ ചെറിയ വരുമാനം ഉണ്ടാക്കാൻ കിട്ടി. ഈ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുമല്ലോ എന്താ ചെയ്യണ്ടേ എന്നുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്ന സമയത്താണ് ഞാൻ കൃത്യമായിട്ട് നാട്ടിൽ വന്നിട്ട് ഈ ഒരു GTS എന്താന്നുള്ള കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ റിട്ടേൺ വന്നു. അപ്പോഴൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. കാരണം അച്ഛൻ ബാങ്ക് ഫീൽഡ് ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നീ ഒരു ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ട് നോക്ക്, ചിലപ്പോ അതായിരിക്കും. അമ്മ പിന്നെയും ബിസിനസിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. പക്ഷെ അച്ഛൻ അപ്പോഴും അപ്പൊ എനിക്ക് 2 കൺഫ്യൂഷനാണ്, ഗവൺമെന്റ് ജോബ് വേണോ അതോ ബിസിനസ് ചെയ്യണോ എന്നുള്ളത്. അങ്ങനെ മെയിൻ ആയിട്ട് സച്ചിൻ സാർ പറഞ്ഞത് നീ ഇപ്പൊ കുറെ പ്രോഗ്രാംസ് ആയി അറ്റൻഡ് ചെയ്യുന്നു, ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കമ്പനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് RTP എന്നുള്ളത്. അത് 2 ദിവസത്തെ പ്രോഗ്രാം ആയിരിക്കും, വൈത്തിരി വെച്ചിട്ടായിരിക്കും, എന്തായാലും വരണം എന്നുള്ളത്. അപ്പൊ റിസോർട്ടിലൊക്കെ നിന്ന് അടിച്ച് പൊളിക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു മൈൻഡിലായിരുന്നു ഞാൻ വന്നത്. പക്ഷെ
എന്താ പറയാ, എന്റെ മൈൻഡ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്തൊരു പ്രോഗ്രാമാണ് RTP എന്നുള്ളത്. അവിടെ പോയ സമയത്ത് എന്നെക്കാളും ഏജ് കൂടിയ ആൾക്കാർ, എന്നെക്കാളും ഏജ് കുറവുള്ള ആൾക്കാർ എന്തോ നല്ല രീതിക്കുള്ള വരുമാനം വാങ്ങിയിട്ട് അവിടെ വന്നിട്ട് അന്നത്തെ ലീഡേഴ്സിന്റെ റിയൽ സിറ്റുവേഷൻ കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ ഫ്യൂച്ചറിനെ ഓർത്ത് പേടിയായി പോയി. ഇപ്പോ 50,000 1,00,000 സാലറി വാങ്ങുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ, ഞാനൊക്കെ വിചാരിച്ച ഒരു 40,000 ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കുക, ഒരു പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷെ ഒരു ഫാമിലി ആയതിനു ശേഷമാണ് ഇതിനൊരു ഇത്രത്തോളം എന്താ പറയാ ഒരു ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ അവിടുത്തെ കുറെ എക്സ്പീരിയൻസ് കേട്ടപ്പോഴാണ് ഞാൻ അന്ന് തന്നെ അവിടുന്ന് ഒരു തീരുമാനം എടുത്തത്, ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് തന്നെ ചെയ്യുള്ളൂ, ഒരിക്കലും ഞാൻ ഇനി ജോബിന് പോവില്ല എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഡിഗ്രീന് ശേഷം ഒരു ജോബിന് ഞാൻ പോവാണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാകും, നമ്മളൊരു പ്രോഗ്രാം കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും, പക്ഷെ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഫുള്ള് ചാർജ് ആയിട്ട് ഞാൻ ബാംഗ്ലൂരിലെത്തി. ഞാൻ പറഞ്ഞു അച്ഛനമ്മയോട് ഇരുത്തി, ഞാൻ പറഞ്ഞു ഞാൻ ബിസിനസ് തന്നെ ചെയ്യുള്ളൂ, ഈ മൈ ലൈഫ് സ്റ്റൈൽ തന്നെ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും നെക്സ്റ്റ് ഡേ പിന്നെ ആ ഒരു മോട്ടിവേഷൻ ഇല്ല, ചുറ്റിന് ആൾക്കാർ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്താണ് ഞാൻ എന്ത് ധൈര്യത്തിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഓർമ്മയില്ല. അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. കാരണം ലീഡേഴ്സ് പറയുന്ന പോലെ തന്നെ നമുക്കിതിൽ നഷ്ടപ്പെടാൻ തന്നെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാരണം വീട്ടിലും പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരും റീറ്റെയിൽ സ്വന്തമായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു അപ്ലൈനെ കൂട്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അന്ന് ഈ മോട്ടിവേഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും റീറ്റെയിൽ ചെയ്യാൻ പോലും ഭയങ്കര മടിയും ഭയങ്കര ഉളുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ എനിക്കൊന്ന് ഞാൻ റീറ്റെയിൽ ചെയ്ത പോലെ ഒരു വ്യക്തി ഈ ഒരു ഗൂഗിൾ മീറ്റിൽ റീറ്റെയിൽ ചെയ്തിട്ടുണ്ടാവില്ല. സംഭവം എന്താന്ന് വെച്ചാല്, ഞാൻ ഒരു റീറ്റെയിൽ ഒരു പേസ്റ്റ് ക്രീമും എന്താ പറയാ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അനിയത്തി, അമ്മേന്റെ ബ്രദർ, അതേപോലെ തന്നെ ആർട്ടിസ്റ്റിൽ, ഇങ്ങനെ 6-7 പേര് ചേർന്നിട്ടാണ് റീറ്റെയിലിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ റീറ്റെയിലിന് വേണ്ടി പോയ സമയത്തും എന്റെ എന്താ പറയാ കാലും കൈയൊക്കെ ഇങ്ങനെ വരച്ചിട്ട് ഇവരൊക്കെ എന്താണ് ദൈവം എന്നെ പറ്റി വിചാരിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ പറയാ പോയത്. പക്ഷെ പോയ സമയത്ത് തന്നെ ഫുൾ സപ്പോർട്ട്. ഞാൻ അന്ന് ആകെ ഒരു വൈറ്റനിങ് ബോഡി ലോഷൻ മാത്രമേ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ റിട്ടേൺ വീട്ടിൽ വന്ന സമയത്ത് എന്തോ സീലിംഗ് അച്ചീവറെ പോലെയായിരുന്നു എന്നെ ട്രീറ്റ് ചെയ്തത്. കാരണം നീ ഒരു വൈറ്റനിങ് ബോഡി ലോഷൻ എങ്കിലും കൊടുത്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ റീറ്റെയിൽ ചെയ്യാൻ തുടങ്ങി. അത് അന്നാണ് ഞാൻ ലീഡേഴ്സിന്റെ ഒരു സപ്പോർട്ട് ചെയ്യാനെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഞങ്ങളുടെ വീട്ടിലത്തെ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങളൊന്നും ബിസിനസ് ഫാമിലി റിലേറ്റഡ് ബാക്ക്ഗ്രൗണ്ടും അല്ല, ഞങ്ങൾക്ക് റീറ്റെയിൽ ചെയ്ത് പരിചയമല്ല. പക്ഷെ അന്ന് കൃത്യമായിട്ട് ആ എടുത്ത പ്രൊഡക്ട്സിന് എല്ലാത്തിനും ഞങ്ങളുടെ ലീഡേഴ്സ് കൂടെ നിന്ന് അതെങ്ങനെയാണ് റീറ്റെയിൽ ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ച് അവരും കൂടെ നിന്ന് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് തന്നത്. അപ്പോ അന്ന് ലീഡേഴ്സിനോടും ഒരു വിശ്വാസം വന്നു എനിക്ക് പ്രോപ്പർ ആയിട്ട്. അങ്ങനെ മെല്ലെ മെല്ലെ ബിസിനസ് എനിക്ക് മനസ്സിലായി, റീറ്റെയിൽ മാത്രം ചെയ്തതിനെ കൊണ്ട് ഒരു പാസീവ് ഇൻകത്തിലേക്ക് എത്താൻ പറ്റില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അങ്ങനെ ഞാൻ മെല്ലെ റീറ്റെയിലൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ റിക്രൂട്ട്മെന്റിലേക്ക് ഞാൻ മെല്ലെ ഫോക്കസ് ചെയ്തു. റിക്രൂട്ട്മെന്റിൽ ഫോക്കസ് ചെയ്ത സമയത്താണ് ശരിക്കുള്ള കളി മനസ്സിലായത്. നിങ്ങൾക്കറിയാം ബാംഗ്ലൂർ ഞാൻ പ്രോപ്പർ സിറ്റിയിൽ തന്നെയാണ്, സെന്റർ ഓഫ് സിറ്റിയിലാണ് ഞാൻ ഉള്ളത്. നിങ്ങൾക്കറിയാം ബാംഗ്ലൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ബിസി ലൈഫും, എല്ലാവർക്കും ഒരു നിമിഷം പോലും ടൈമില്ലാണ്ട് ഇങ്ങനെ ഓടി കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരാരും എന്താ പറയാ ഈ റിക്രൂട്ട്മെന്റിലേക്ക് എത്തുന്നില്ല. കാരണം എല്ലാവരും ജോബ് മൈൻഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ ചെയ്ത് തുടങ്ങി എന്താ കിട്ടുക, ഒന്നും കിട്ടില്ലല്ലോ എന്നുള്ള രീതിക്ക് അങ്ങനെ ആൾക്കാർ പറയാൻ തുടങ്ങി. അങ്ങനെ കുറെ 3-4 മാസത്തോളം അങ്ങനെ ഒരു ഗ്യാപ്പ് വന്ന് ഞാൻ കുറെ നോക്കി, പക്ഷെ ഒന്നും പോസിബിൾ ആയില്ല. പക്ഷെ ഇതിലത്തെ മെയിൻ ഒരു ഉപകാരം എല്ലാവരും ലീഡേഴ്സ് നിങ്ങൾ കാണുമ്പോൾ തന്നെ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് പറയുന്നത്. ലീഡേഴ്സ് ഒക്കെ പറയും വന്നപാടെ നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഐഡിയ എങ്കിലും അടിച്ചിടൂ എന്നുള്ളത്. അന്ന് ഭാഗ്യത്തിന് എന്റെ അമ്മേന്റെ ബ്രദർ വെറുതെ എന്റെ അമ്മേന്റെ അടുത്ത് ഡീറ്റെയിൽസ് വാങ്ങി അന്ന് ഐഡിയ അടിച്ചിട്ടുകൊണ്ട് എന്റെ ഒരു ഓർഗനൈസേഷനിൽ കുറച്ചൊരു ബേബി 1-2 ആൾക്കാർ റിക്രൂട്ട്മെന്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് എനിക്ക് ഒരു ഓർഗനൈസേഷൻ 2 സെറ്റ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ബോട്ട് ട്രിപ്പ് കോൺടെസ്റ്റ് അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ടേൺ ഓവർ അവിടെ കയറി. അതിനുശേഷം മെല്ലെ ചെറിയൊരു ടേൺ ഓവറും കൂടി ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എങ്ങനെയൊക്കെ ഞാനും എന്റെ ലീഡേഴ്സും എന്റെ അമ്മയെല്ലാം കഷ്ടപ്പെട്ട് ഇങ്ങനെ എന്താ പറയാ പർച്ചേസ് എല്ലാം ചെയ്ത് അങ്ങനെ TC എന്ന് പറഞ്ഞ ഒരു റാങ്കിലേക്ക് അന്ന് വേഗം തന്നെ പോസിബിൾ ആയിട്ട് കിട്ടി. അത് TC ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ തന്നെ പെർഫോമൻസ് ബോണസ് അടിച്ചുകൊണ്ടാണ് ഞാൻ TC എന്ന് പറഞ്ഞ റാങ്കിൽ എത്തിയത്. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് റിക്രൂട്ട്മെന്റ് ഒന്നും പോസിബിൾ ആയില്ല. അങ്ങനെ കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് വന്ന സമയത്താണ് സച്ചിൻ സാർ ഞാൻ നിർത്താനായി എന്നുള്ളത് സച്ചിൻ സാറിന് എന്തോ ഒരു തോന്നൽ വന്നു തോന്നി.
തോന്നുന്നു. അപ്പൊ സച്ചിൻ സാർ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് വന്നു. ഇങ്ങനെ സാർ ഇങ്ങനെ പറഞ്ഞു തന്നു, നീ ഇങ്ങനെ പോയാൽ ബിസിനസ് ഒരിക്കലും ഡെവലപ്പ് ആവില്ല, നിനക്ക് ഇവിടെ പ്രോപ്പർ ആയിട്ട് നിനക്ക് വളരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആഗ്രോ കൃഷി നോക്കാം എന്നുള്ളത്. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് തൊട്ട് മാറിയിട്ട് ഒരു 70 കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള ഒരു ഹൊസ്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ആഗ്രോ പ്രൊഡക്ട്സ് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വെൽനസ് പ്രൊഡക്ട്സ് ഒരു 1,35,000 അന്ന് അമ്മ പർച്ചേസ് ചെയ്തത്. അതൊന്നും ഞാൻ പർച്ചേസ് ചെയ്തില്ല. പക്ഷെ ഈ ഒരു ആഗ്രോ പ്രൊഡക്ട്സ് ഒരു 70,000 80,000 ആഗ്രോ പ്രൊഡക്ട്സ് ഞാൻ ലോൺ എടുത്ത് പൈസ എടുത്തിട്ടാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ആഗ്രോ പ്രൊഡക്ട്സ് കൊടുക്കുന്ന സമയത്ത് അന്നൊക്കെ മെയിൻ ആയിട്ട് എനിക്ക് താങ്ക്ഫുൾ ആയിട്ടുള്ളത് എന്റെ അമ്മയും അതേപോലെ തന്നെ ഇന്നത്തെ ആർട്ടിസ്റ്റ് ലീഡർ സച്ചിൻ സാറാണ്. കാരണം എന്താന്ന് വെച്ചാല് അന്ന് എന്റെ വീട്ടിൽ നിന്ന് ഹോസ്കോട്ടെ പോണം എന്നുണ്ടെങ്കിൽ ഒരു 70 to 80 കിലോമീറ്റേഴ്സ് ഉണ്ട് റിട്ടേണും. സോ ഒരു ടോട്ടൽ 150 ഓൾമോസ്റ്റ് അവിടെ കറങ്ങുന്നുണ്ട്. 150 കിലോമീറ്റേഴ്സ് ഒരു ദിവസം ഡ്രൈവ് വേണം. അന്ന് ഞങ്ങളുടെ കൂടെ വേറൊരു ലീഡറും കൂടി ഉണ്ടായിരുന്നു, മിസ്റ്റർ രജി സാർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഈ പറഞ്ഞ ഹോസ്കോട്ടയിൽ പോയി ആഗ്രോ പ്രൊഡക്ട്സ് ഒക്കെ റീറ്റെയിൽ ചെയ്യുന്നു, അതന്നെ റീപർച്ചേസ് ചെയ്യുന്നു, അങ്ങനെ തിരിച്ചു വരുന്നു. അമ്മേനോട് മെയിൻ ആയിട്ട് താങ്ക്ഫുൾ ആയിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ അന്ന് സത്യം പറഞ്ഞ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്കറിയാം ബാംഗ്ലൂരിലൊക്കെ എന്തോ ഒരു എക്സ്പെൻസ് ഉണ്ടാവും എന്നുള്ള. അപ്പൊ 3 നേരം പുറത്തുനിന്ന് കഴിക്കാന്നുള്ളതെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി അന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ അമ്മ രാവിലെ 3:30 4 മണിക്ക് ഞങ്ങൾക്ക് 3 പേർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന് കൊടുത്തു വിടും. അതേപോലെ തന്നെ സച്ചിൻ സാറും ഫുൾ ടൈം ഡ്രൈവ് ആയിരിക്കും. അദ്ദേഹം ആകെ ഒരു 3 to 4 മണിക്കൂർ മാത്രമേ ഒരു ദിവസം ഉറങ്ങലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാരണം എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, അന്ന് രജിസ്റ്ററും ഡ്രൈവിംഗ് അറിയില്ല. അപ്പൊ ഞങ്ങൾ സുഖസുന്ദരമായിട്ട് ഇങ്ങനെ പോവും. പക്ഷെ ആ ഒരു ഫീൽഡിൽ ആ കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഒരിക്കലും ഞാൻ വിചാരിച്ചത് സിമ്പിൾ ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, റീറ്റെയിൽ ചെയ്യുന്നു, റിക്രൂട്ട്മെന്റ് നടക്കുന്നു, ഇങ്ങനെ കയറി കയറി പോകുന്നു എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ ആ വേലത്ത് ആ പ്രൊഡക്ട്സ് ഒക്കെ കൊടുക്കുന്ന സമയത്താണ് ഓരോരുത്തരുടെ മെന്റാലിറ്റിയും ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലൊക്കെ അന്ന് നേരിട്ട് കാണാൻ പറ്റിയത്. അങ്ങനെ റീറ്റെയിൽ ചെയ്തു. അന്ന് കൃത്യമായിട്ട് റീറ്റെയിൽ ചെയ്തിട്ട് 70,000 റുപ്പീസ് ഞാൻ കൃത്യമായിട്ട് ഞാൻ ലോൺ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ജീവിതത്തിൽ അത്ര പൈസ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് അടച്ചു തീർത്തത്. അതില് ലീഡേഴ്സ് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്ത സമയത്താണ് പിന്നെ സച്ചിൻ സാർ ഇങ്ങനെ പറഞ്ഞത്, നീ ഇങ്ങനെ നടന്നു ടീമിലൊക്കെ നിന്റെ അതേ പ്രായത്തിലുള്ള ലീഡേഴ്സ് ഒക്കെ അതാ പെർഫോമൻസ് ബോണസ് ഒക്കെ അടിച്ച് നടക്കുന്നു, ഇങ്ങനെ നടന്നു എന്നെ ഈഗോ വല്ലാണ്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്തു. അങ്ങനെ ഈഗോ ബൂസ്റ്റ് ചെയ്ത് എനിക്ക് നല്ല രീതിക്ക് ഈഗോ ബൂസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയിട്ടല്ല പോസിറ്റീവ് ആയിട്ട് തന്നെ. അങ്ങനെ ഞാൻ വെച്ച് എന്നെ കൊണ്ട് എന്താണ് പിന്നെ പെർഫോമൻസ് ബോണസ് അടിക്കാൻ പറ്റാത്തത്, എന്താ TC അടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ അന്ന് രജിസ്റ്ററിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ രജിസ്റ്റർ അന്ന് അടിച്ചില്ല. പക്ഷെ ഞാൻ അന്ന് ഫുൾ എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രത്തോളം എഫേർട്ട് ഇട്ട് റീറ്റെയിലും കംപ്ലീറ്റ് ഒക്കെ ചെയ്തു. അന്ന് ATC റാങ്ക് ആവുകയും ചെയ്തു, പെർഫോമൻസ് ബോണസ് അടിക്കുകയും ചെയ്തു. അങ്ങനെ TC-ന്നും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അതേപോലെ തന്നെ ATC-ന്നും എന്താ പറയാ പെർഫോമൻസ് ബോണസ് അടിക്കാൻ സാധിച്ചു. പക്ഷെ അന്നും ഈ ആഗ്രോ ഞാൻ കൊടുത്ത് പെർഫോമൻസ് ബോണസ് അടിച്ചെങ്കിൽ പോലും എന്റെ ഉള്ളിൽ എനിക്കൊരു തോട്ട്, ഇതൊക്കെ ടെമ്പററി അല്ലേ, എനിക്കൊരു റിക്രൂട്ട്മെന്റ് ഒരാളോ പോലും എനിക്കായിട്ടില്ല. ഞാൻ നാട്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് എല്ലാവർക്കും ടീമുണ്ട്, എനിക്ക് മാത്രം ഒരു ടീമില്ല. ഞാൻ തന്നെ പോകുന്നു, ഞാൻ തന്നെ കയ്യടി വാങ്ങുന്നു, ഞാൻ തന്നെ വരുന്നു. അപ്പോഴാണ് എനിക്ക് റിക്രൂട്ട്മെന്റ് ഇമ്പോർട്ടൻസ് എനിക്ക് കുറച്ചും കൂടി മനസ്സിലായത്. ആ ഒരു ടൈമിലാണ് സച്ചിൻ സാർ പറഞ്ഞത് എന്റെ അടുത്ത്, പിന്നെ നീ ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നീ എന്തായാലും നാട്ടിലേക്ക് എന്നുള്ളത്. നാട്ടിലേക്ക് വന്ന സമയത്താണ് ഞാൻ മെല്ലെ വയനാട്ടിൽ ചെറിയൊരു ടീമിനെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ടീമിനെ ഉണ്ടാക്കി വന്ന സമയത്താണ് എനിക്ക് കുറെ പ്രോഗ്രാംസ് കുറച്ചും കൂടി അധികമായിട്ട് എനിക്ക് എന്താ പറയുക പഠിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ പഠിക്കാനായിട്ട് സാധിച്ചു. മെല്ലെ ഒരു ടീമിനൊക്കെ ഉണ്ടാക്കി ടീമിനെ മെല്ലെ ഗ്രോത്തിങ് വന്ന സമയത്താണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്, ഓക്കെ എന്നെ കൊണ്ട് ഇത് പോസിബിൾ ആണ് എന്നുള്ളത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇതിന്റെ ഇടയ്ക്കും എന്താ പറയാ കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എന്താ പറയാ അനുഭവിച്ചിട്ടുണ്ട്. അതായത് തുടക്കത്തിലൊക്കെ നമ്മൾ ഈ ഞാൻ എന്റെ ബസ്സിലാണ് ഞാൻ ട്രാവൽ ചെയ്യലുണ്ടായിരുന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഒരു മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് എത്തണമെങ്കിൽ ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നു. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുണ്ടെങ്കിൽ എനിക്ക് ബസ്, കർണാടകയിൽ ഇപ്പൊ ലേഡീസിന് ഫ്രീ ആണല്ലോ. അങ്ങനെ ഞാൻ ബസ്സിൽ എത്ര തിരക്കുണ്ടെങ്കിലും ലാസ്റ്റത്തെ പടി നിന്നിട്ടാണെങ്കിൽ ഞാൻ ബസ്സിൽ, കാരണം 10 രൂപയെങ്കിൽ 10 രൂപ ലാഭിക്കുക എന്നുള്ളത്. കാരണം എന്റെ ഫാമിലി അത്രത്തോളം മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പൈസ ലാഭിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ ഓട്ടോയിൽ പോകണമെങ്കിൽ 15 രൂപ കൊടുത്ത് സുഖസുന്ദരമായിട്ട് ഓട്ടോയിൽ പോകുമായിരുന്നു. പക്ഷെ ആ ചെറിയ പൈസ എങ്കിലും ലാഭിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് പോയത്. കാരണം അന്നൊരു 15 രൂപ സ്പെൻഡ് ചെയ്ത പിന്നെ ഒരു 20 രൂപ എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്നും അന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരി വരും. പക്ഷെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടിയൊരു കോൺഫിഡൻസ് ആണ്. ഒരു 10 രൂപ ഒന്നും
മുടക്കിയാൽ 10,000 എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പോ ഞാൻ എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് ഓട്ടോ തന്നെ വരില്ല. ഇതുവരെ ഞാൻ ബസ്സിൽ നിന്ന് പറഞ്ഞ സാധനം കയറിയിട്ടില്ല. കാരണം അതൊരു കോൺഫിഡൻസ് എന്നത് വേറൊന്ന്, ഫിനാൻഷ്യലി ഒരു ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എന്നത് മറ്റൊന്നുമല്ല, മൈ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഇന്റഗ്രോ പ്രൊഡക്ട്സ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അന്ന് ഞങ്ങൾക്ക് മൂന്നേരം കൃഷി എന്താണെന്നും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമില് അപ്പൊ ഫീൽഡിൽ പഠിച്ചിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. ആ ഒരു ടൈമില് ഒരു കോമഡി സിറ്റുവേഷൻ എന്താന്ന് വെച്ചാല്, ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു തോട്ടത്തിൽ പോയി. ഞങ്ങൾ ഈ പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് ബുവസ്ത്ര അതാണ്, ഒലീഫ് ഇതാണ് എന്നിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു. അവരും ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ വരെ എത്തിയതാണ്. പക്ഷെ എന്താന്ന് എനിക്കറിയില്ല, വെറുതെ നിന്നാ മതിയായിരുന്നു. പക്ഷെ ഞാൻ ആ തോട്ടം കണ്ടിട്ട് സർ ഇതൊരു എന്താ മത്തന്റെ ഒരു വള്ളിയല്ലേ എന്നുള്ള രീതിക്ക് ഞാൻ ചോദിച്ചു. അപ്പൊ എല്ലാവരും കൂടെ എന്നെ നോക്കുക, സച്ചിൻ സാർ കൂടി എന്നെ നോക്കുക. ഞാൻ ഇവരെന്തിനാ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കുന്നതെന്നുള്ളത്. മാഡം അത് മത്തന്റെ അല്ല, അത് ഗ്രേപ്സിന്റെ മുന്തിരിന്റെ വള്ളി അത് എന്നുള്ളത്. എനിക്കിതൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ അപ്പത്തിന് അവരെന്നെ അടിച്ചോടിച്ചില്ല എന്നേ ഉള്ളൂ, പെണ്ണാവണ്ട് എന്നെ അടിച്ചില്ല എന്നുള്ളൂ. അപ്പൊ തന്നെ പറഞ്ഞു മാഡം പ്രൊഡക്ട്സ് ഒന്നും വേണ്ട, നിങ്ങൾ ആദ്യം ഇതൊന്നും മര്യാദക്കൊന്നും പഠിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വിട്ടു. അങ്ങനെ കുറെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ATC ആയി. ATC ആയതിനു ശേഷം നിങ്ങൾക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, അന്ന് 2 സിറ്റുവേഷൻ ഉണ്ട്. അന്ന് പ്രസാദ് സാറിന്റെ ഒരു മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ടാർഗറ്റ് ഇട്ടുണ്ടായിരുന്നു. DTC അബോവിന് മാത്രമേ ആ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. ഞാൻ എത്ര DTC അല്ല ZTC അടിച്ചുകൊണ്ട് എനിക്ക് ആ കല്യാണത്തിന് പോകണം. കാരണം അത്ര വലിയ കല്യാണം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കാണുന്നത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാവരും പറയും എനിക്ക് ഇന്നതായിട്ട് ആഗ്രഹം ഉണ്ട്, എനിക്ക് ITC ആവണം, എനിക്ക് ഡയമണ്ട് ആവണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പ്രവർത്തിച്ചവർക്ക് മാത്രമേ ആ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് ഞാൻ വെറും വർത്തമാനം മാത്രം, എനിക്കൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു വർത്തമാനം മാത്രമായിരുന്നു പറഞ്ഞത്. പക്ഷെ എനിക്ക് ആ ഒരു ZTC പോയിട്ട് അന്ന് എനിക്കൊരു DTC പോലും ആവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഓപ്പോസിറ്റില് അഷ്റഫ് സർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടെന്ന്. ഇന്ന് അദ്ദേഹം RTC ആണ്, കണ്ടിന്യൂസ് 12 months പെർഫോമൻസ് ബോണസ് അടിച്ചിട്ടുള്ള ഒരു ലീഡറാണ്. അന്ന് ഞങ്ങൾക്കൊരു ഈയിടെ ഒരാളുടെ ഒരു ഗൂഗിൾ മീറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞത്, അന്ന് അദ്ദേഹത്തിനും ATC റാങ്കിൽ തന്നെയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഇതേപോലത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആളെടുത്തത് ഒരു ഡിസിഷൻ ആയിരുന്നു, ഞാൻ എടുത്തത് ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആള് ഡിസിഷൻ എടുത്തുകൊണ്ട് തന്നെ അന്ന് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, ZTC ആയിട്ട് പോകണം എന്നുള്ളത്, അന്ന് ഞാൻ വെറും ATC തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം ZTC അടിച്ചിട്ട് അന്ന് അദ്ദേഹം ആ കല്യാണത്തിന് പോയി. ഇന്ന് ഞങ്ങൾക്ക് ആ ഗൂഗിൾ മീറ്റ് വരുന്ന സമയത്ത് ആള് ടച്ചിങ് NTCയും ഞാൻ ഇപ്പോൾ DTC തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ടാണ് തീരുമാനം എടുക്കുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഗ്രോത്ത് ഉണ്ടാവുക. അങ്ങനെ ATC റാങ്കിന്ന് അന്ന് എനിക്ക് പോവാൻ പറ്റിയില്ല. പക്ഷെ അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് എന്താ പറയാ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കേട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയോണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് മെല്ലെ ചെറിയ അച്ചീവ്മെന്റ്സ് ഒക്കെ ഞാൻ നേടാൻ സാധിച്ചു. ആദ്യത്തെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞത് ഒരു 17,000 ഒരു ഫോൺ, സ്വന്തം ഫോൺ. ആ ഫോണിനും ഒരു ഇമോഷണൽ ഗോൾ ഉണ്ട്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ തന്നെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് 10ാം ക്ലാസ്സിന് തന്നെ ഐഫോണും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. പക്ഷെ എനിക്കന്ന് ഞാൻ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും എനിക്ക് മര്യാദക്കുള്ള ഒരു ഫോൺ എന്റെ വീട്ടിൽ നിന്ന് തന്നിട്ടില്ല. എങ്ങനെ നശിച്ചു പോയാലും വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ ഫോണൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛൻ പിന്നെ ഓക്കെ ആള് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളത്. പക്ഷെ അമ്മ ഒരിക്കലും സമ്മതിച്ചില്ല ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ട്, ഞാൻ ഡിഗ്രിക്കാണ് പോകുന്നത്, എനിക്ക് എന്തായാലും ഫോൺ വേണം, എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫോൺ വേണമെന്ന് വാശി പിടിച്ചപ്പോഴും അന്ന് എനിക്കൊരു പുതിയ ഫോൺ അവരെനിക്ക് വാങ്ങിച്ചെന്നില്ല. പുതിയ ഫോൺ വാങ്ങി, പക്ഷെ അത് അച്ഛനായിരുന്നു. അച്ഛനെ പഴയ ഫോൺ എനിക്ക് തന്നു. അങ്ങനെ എനിക്ക് അന്നേ തോന്നി എനിക്ക് സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും പൈസ കിട്ടുന്ന സമയത്ത് എനിക്കൊരു ഫോൺ അച്ചീവ് വേണം എന്നുള്ളത്. അങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതിലത്തെ ഒരു പൈസ കിട്ടിയ സമയത്ത് ഞാൻ പുതിയതായിട്ട് ഒരു ഫോൺ വാങ്ങാൻ സാധിച്ചത്. അങ്ങനെ ഫോൺ വാങ്ങി മെല്ലെ ടീം മീറ്റിംഗ് ഒക്കെ ഫോണിലൂടെ കൊടുക്കാൻ സാധിച്ചു. അതിനുശേഷം മെല്ലെ ഒരു റിക്രൂട്ട്മെന്റ് ഒക്കെ വന്നു തുടങ്ങിയ സമയത്താണ് ഞാൻ ഒരു ആപ്പിൾ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാൻ സാധിച്ചു. 30,000 ഒരു ആപ്പിൾ ടാബ് വാങ്ങാനായിട്ട് സാധിച്ചു. അങ്ങനെ മെല്ലെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ DTC എന്ന റാങ്ക്, ATC ടു DTC റാങ്കിൽ എനിക്ക് വീണ്ടും പെർഫോമൻസ് ബോണസ് അടിക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ആഴ്ച വരുമാനം 21,000 വാങ്ങാൻ സാധിച്ചു. ഞാൻ വാങ്ങിയത് മാത്രമല്ല, എന്റെ ടീമിൽ പെർഫോമൻസ് ബോണസ് അടുപ്പിച്ചിട്ടാണ് ഞാൻ പെർഫോമൻസ് ബോണസ് അടിച്ചിട്ട് ഒരു അച്ചീവ്മെന്റിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത്. അതിൽ മെയിൻ ആയിട്ട് എന്റെ ടീം തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു
പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനായിട്ടുള്ളത് വേറൊന്നുമല്ല. നമുക്ക് കുറേ കാര്യങ്ങള് പിന്നെ തലയിലുണ്ടാവും. ഇത് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റില്ലയോ, അല്ലെങ്കിൽ ലീഡർ സപ്പോർട്ട് ഉണ്ടാവോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതിലൊരു ഗ്രോത്തിങ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ ഇത് ഈ ഒരു ടീം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഉള്ള ഒരു ടീമാണ്. നിങ്ങൾ അത്രത്തോളം ഭാഗ്യവന്മാരും ഭാഗ്യവതികളാണ് ഈ ഒരു ടീമിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം അത്രത്തോളം സക്സസ്ഫുൾ ലീഡേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളൊരു പുതിയതായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, കൃത്യമായിട്ട് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുക. അതിന് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് എന്ത് ചെയ്യുക, റീറ്റെയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 5 to 10 ആൾക്കാർ തുടക്കത്തിൽ അത് റീറ്റെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഈ ഓപ്പർച്യൂണിറ്റി എന്താന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പൊ കമ്പനി GTS ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടാണ് ഉള്ളത്. സോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ ലേഡീസിനൊക്കെ ആണെങ്കിൽ പ്രിയദർശിനിയും കൂടി ഉണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം, അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് GTS കേൾക്കാം. അങ്ങനെ നിങ്ങൾക്ക് അത് മെല്ലെ മെല്ലെ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് എന്താ പറയാ മനസ്സിലാവും. അങ്ങനെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് മെല്ലെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനും, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ സൈഡായിട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സുഖം മനസ്സിലാവുക. ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പോഴാണ് എനിക്കൊരു ഒരു ഫിനാൻഷ്യൽ ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയാ ഒരു ടൈം ഫ്രീഡം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് അനുഭവിക്കുന്നത് ഇപ്പോഴാണ്. കാരണം എന്റെ ഫ്രണ്ട്സ് ഒക്കെ ജോലിക്ക് പോകുന്നുണ്ട്, 25-30 ഒക്കെ സാലറി വാങ്ങുന്നുണ്ട്. പക്ഷെ ഞാനൊരു എങ്ങോട്ടെങ്കിലും ട്രിപ്പിന് പോവാന്നോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒരു ലീവ് എടുക്കാൻ പറയുന്ന സമയത്ത് അയ്യോ അത് പറ്റില്ല, കാരണം ഭയങ്കരമായിട്ട് ഇതാണ്, എന്താ ഞാൻ ഇത്ര സാലറി വാങ്ങുന്നുണ്ട്, അപ്പൊ എന്റെ കമ്പനിയിൽ ഇങ്ങനെ ലീവ് ഒന്നും കിട്ടില്ല, അങ്ങനെയൊക്കെ പറയാം. അപ്പോഴാണ് ഞാനാണ് വിചാരിക്കും എന്റെ ബിസിനസ് എന്തൊരു സമാധാനം. കാരണം കംപ്ലീറ്റ് പീസ് ആണ്, ഇങ്ങനെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് എപ്പോ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അതേപോലെ തന്നെ എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ എത്രയോ പ്ലേസസ് ഇപ്പൊ തന്നെ ബാംഗ്ലൂർ കവർ ചെയ്തു, തമിഴ്നാട് ഏകദേശം കുറച്ചൊക്കെ പോയി, അത് കേരളം അത്യാവശ്യം കുറെ ജില്ല. ഞാൻ ഇത്ര വർഷം ഞാൻ ജനിച്ചിട്ട് ഒരു ജില്ലയിൽ പോലും ഞാൻ മര്യാദയ്ക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനൊക്കെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ പറയുന്നത് അതാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അതേപോലെ തന്നെ ഇപ്പൊ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കുറെ സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. റിക്രൂട്ട്മെന്റ് നടക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ എത്രത്തോളം റീറ്റെയിൽ ചെയ്തിട്ട് റീറ്റെയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ലീഡേഴ്സ് പറയുന്ന മിസ്റ്റർ മുബീൻ മുഹമ്മദ് സർ പറയുന്ന പോലെ സീ മോർ പീപ്പിൾ തന്നെ അതെനിക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തൊരു സാധനമാണ്. കാരണം നമ്മൾ എത്രത്തോളം ആൾക്കാരെ കാണുന്നു അത്രത്തോളം വാതിലുകൾ നമുക്ക് എന്താ പറയുക ഓപ്പൺ ചെയ്ത് കിട്ടുന്നുള്ളതാണ്. അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വയനാട്ടിലേക്ക് വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അന്നോട്ട് എനിക്ക് എന്തൊരു സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ ഭയങ്കരമായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടും കൂടിയാണ്. അങ്ങനെ ബസ്സിൽ ഞാൻ വരുന്ന സമയത്ത് ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും, ഏതൊരു ലേഡീസ് ആയിക്കോട്ടെ, ഏത് ജെന്റ്സ് ആയിക്കോട്ടെ, ഞാൻ ചാടി കയറിയിട്ട് എന്തായാലും ഈ പ്രൊഡക്ട്സിനെ പറ്റി പറയും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്ലാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യം ഞാൻ പറയാം. കുറെ പേര് ഞാൻ നമ്പറൊക്കെ വാങ്ങി സ്പോട്ട് ഞാൻ തന്നെ ഇൻഹേലറും വേസ്റ്റ് കൊടുത്ത് കുറെ ഞാൻ അങ്ങനെ റീറ്റെയിൽ ചെയ്ത് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ സ്ട്രേഞ്ചേഴ്സിനൊക്കെ പറഞ്ഞ സമയത്ത് അതിലൂടെ തന്നെ എത്രയോ ആൾക്കാർ എന്താ പറയാ എനിക്ക് റിക്രൂട്ട്മെന്റിൽ നടന്ന എത്രയോ പർച്ചേസ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ റിലേറ്റീവ്സും നിങ്ങളുടെ ഫ്രണ്ട്സും വന്നിട്ട് മാത്രമേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് വളരും നിങ്ങൾ വിചാരിക്കരുത്. കാരണം സീ മോർ പീപ്പിൾ, നിങ്ങൾക്ക് എത്രത്തോളം ആൾക്കാരെ കാണാൻ പറ്റുന്നു അത്രത്തോളം ഗ്രോത്തിങ്, ഫാസ്റ്റ് ഗ്രോത്തിങ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു മുൻധാരണ ചെയ്യാന്ന് ാണ്. കാരണം എനിക്കൊക്കെ മെയിൻ ആയിട്ട് ഉണ്ടായ സാധനം അവര് എന്റെ ലീഡേഴ്സ് എങ്ങനെ നീ മുൻധാരണ വിളിച്ചിട്ട് ഒന്നും ചെയ്യല ദൈവത്തെ ഓർത്ത് എന്ന് പറയും. കാരണം ഞാൻ വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് എഴുതാൻ പറഞ്ഞാൽ ഞാൻ പറയും അല്ല ഇത് എന്തിനിപ്പോ ഏത് വാട്സപ്പിൽ അങ്ങ് ടൈപ്പ് ചെയ്തിട്ടാ പോരെന്ന് പറയും. ഇല്ലെങ്കിൽ എന്താ പറയാ ആൾക്കാരെ കാണണം, ആൾക്കാരെ കണ്ട എന്താ വിചാരിക്കുക, എന്നെ പറ്റി എന്താ വിചാരിക്കുക, വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാൻ പറയും. വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുമ്പോഴല്ലേ ഞാൻ വിളിക്കുന്ന സമയത്ത് ആൾ ഇനി വർക്കിലായിരിക്കോ ഇല്ലെങ്കിൽ എന്താ പറയാ നടക്കായിരിക്കോ കിടക്കായിരിക്കോ, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചോദിക്കും. ഭയങ്കര മുൻധാരണയായിരുന്നു എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അന്നൊന്നും ടീം വളർന്നിട്ടില്ല. പക്ഷെ ഈ സാധനങ്ങളൊക്കെ എപ്പോ വിട്ടോ അപ്പോഴൊക്കെ എനിക്ക് പ്രോപ്പറായിട്ട് ടീം ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ മെയിൻ ആയിട്ട് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മളിപ്പോ എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ ആ പ്രോബ്ലത്തിനൊക്കെ ഒരു സ്റ്റോൺ ആയിട്ട് നിങ്ങൾ ഒരു കൺസിഡർ ചെയ്യാന്ന് ജസ്റ്റ് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ആ സ്റ്റോൺ എടുത്തിട്ടില്ലെങ്കിൽ ആ പ്രോബ്ലംസ് എടുത്തിട്ട് കണ്ണിന്റെ ഇത്രത്തോളം അടുത്ത് വെക്കുമ്പോൾ നമുക്ക് എന്താ കാണാം, ആ സ്റ്റോൺ മാത്രം കാണാം, ആ പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ കാണാം. ആ പ്രോബ്ലംസിന്റെ പുറകെ മാത്രം പോകുന്ന സമയത്ത് നിങ്ങൾ
ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, നമ്മുടെ ലൈഫ് മൊത്തം ഓരോരോരോ പ്രോബ്ലംസ് പിന്നെയും വന്നു കൊടുക്കും. പക്ഷെ അത് ചെറിയൊരു ഗ്യാപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു പ്രോബ്ലം കാണുന്നുണ്ട്, പക്ഷെ അതിന്റെ ചുറ്റിനും എന്താണ് ഒരു സൊല്യൂഷനും കാണുന്നുണ്ട്, ഒരു ഫോക്കസ് സൊല്യൂഷനിലേക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ഇത് കുറച്ചും കൂടി ദൂരെ എടുത്തിട്ട് ആ ഒരു പ്രോബ്ലം ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് എന്താണ് കാണുന്നത്, കൃത്യമായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും നമുക്ക് സക്സീഡ് ആവാനായിട്ടുള്ള ഒരു വേ ഓഫ് ലൈനാണ് നമുക്ക് കാണുന്നത്. അപ്പൊ പ്രോബ്ലംസ് എന്തുണ്ടെങ്കിൽ അവിടെ തന്നെ അത് ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ മെയിൻ ആയിട്ട് സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലംസ് ഒക്കെ മെല്ലെ അങ്ങ് പോയിക്കോളും. നമുക്കൊരു 10,000-ന്റെ പ്രോബ്ലം ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ 20,000 അങ്ങ് ഉണ്ടാക്കിയ പോരെ. ആ ഉണ്ടാക്കാത്ത ഈ സൊസൈറ്റിയിൽ ഞാൻ ശരിക്കും കാണുന്ന ഒരു സംഭവമാണത്. നമുക്ക് ഒരു പ്രോബ്ലം കണ്ട പാടെ തന്നെ നമ്മൾ ആ പ്രോബ്ലത്തിന്റെ പുറകെയാണ് പോകുന്നത്, അതിന്റെ സൊല്യൂഷന്റെ പുറകെ ആരും പോകുന്നില്ല എന്നുള്ളത്. ആ സൊല്യൂഷന്റെ പുറകെ പോയ ആൾക്കാരാണ് ഇപ്പൊ സക്സസ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ എല്ലാവരും പ്രോബ്ലത്തിന്റെ അല്ലാണ്ട് മെയിൻ ആയിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ടൈം ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റും, എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇവിടെ കുറെ പേർക്ക്, എനിക്കൊന്നും 90% ഓഫ് ആൾക്കാർക്കും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ളതിനെ കൊണ്ടാണ്. കാരണം ഞാനൊക്കെ വളർന്ന സമയത്ത് ഇപ്പത്തെ കുട്ടികളൊക്കെ എല്ലാത്തിനും വാശി പിടിക്കും, പക്ഷെ ഞാൻ എന്റെ ഫാമിലി മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്റെ ഫാമിലിയിൽ അത്ര ഫിനാൻഷ്യൽ ഇല്ല എന്നുള്ളത്. അപ്പൊ ഞാൻ എന്താ പറയാ ഒരു പ്ലസ് ടു പഠിക്കുന്ന തൊട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ വളർന്നത്. കാരണം വീട്ടിൽ നിന്ന് ചെയ്തു തരുന്നുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ കാര്യത്തിൽ. പക്ഷെ പുറത്ത് കോളേജിൽ പോകുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ നല്ല നല്ല ഡ്രസ്സും നല്ല സാരി ഒക്കെ ഉടുത്തു വരുന്ന സമയത്ത് എനിക്ക് എങ്ങനെയാണ് എന്റെ വീട്ടിൽ ചോദിക്കാൻ പറ്റുക, പാവം അവർ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്, ഞാൻ പിന്നെ ഒരു സാരിക്ക് ഒരു 900-1000 ഒക്കെ പറയുന്ന സമയത്ത് അവർക്ക് അത് ബേർഡൺ ആവണ്ടല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ ഏതെങ്കിലും ചുടിദാറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോവുമായിരുന്നു. അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ, ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത് പൈസ ഇല്ലാത്തതിനെ കൊണ്ടല്ല, ചോദിച്ചാൽ തരും, പക്ഷെ അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ ഞാൻ ചോദിക്കൂലായിരുന്നു, അങ്ങനത്തോളം ഫിനാൻഷ്യലി നല്ലോണം ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടാണ് വളർന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പൈസ കിട്ടുന്ന സമയത്ത് ഞാൻ അന്നൊക്കെ എന്താണോ ആഗ്രഹിച്ചത്, ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു പേടി കൂടാണ്ട് തന്നെ ഞാൻ ചെലവാക്കി ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോ നേടുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ബ്യൂട്ടി എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഈ ഒരു DTC എന്ന റാങ്കിൽ എത്തിയപ്പോൾ തന്നെ ഇത്രത്തോളം ഫിനാൻഷ്യൽ ഒരു ഫ്രീഡം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ITC ഒക്കെ ആയ സമയത്ത് എന്റെ ഒരു എന്താ പറയാ ഫ്രീഡം എന്തായിരിക്കും, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം ഒക്കെ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ഇപ്പൊ തന്നെ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഇനിയിപ്പോ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ഇപ്പൊ അടുത്ത മാസം ഞാൻ പെർഫോമൻസ് ബോണസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ അടുത്ത മാസം തന്നെ ZTC കൂടി പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത്. അപ്പൊ എല്ലാരും ഇപ്പൊ എന്തായാലും ഒരു റാങ്കും കാര്യങ്ങളും ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവിടെ ഉണ്ടാവും. എല്ലാരും ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ ITC, DTC, CTC എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആദ്യത്തെ ഒരു ലക്ഷ്യം വേണം, നമ്മളിപ്പോ എവിടെയാ നിൽക്കാന്നുള്ള ആദ്യം നോക്കുക. ഒരു TC ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ ATC ആവാന്നുള്ള പ്ലാൻ ചെയ്യും. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയുള്ള വ്യക്തി ഒരു 10,000 മാച്ച് ചെയ്ത വ്യക്തി എങ്ങനെ അത് ഒരു 25,000 മാച്ച് ചെയ്യാൻ നോക്കുക. അതുപോലെ 50,000 എങ്ങനെ മാച്ച് ആവും. അങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളിട്ട് ഓടുന്ന സമയത്ത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എന്താ പറയാ ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് കയറാണ്ട് നമ്മൾ എങ്ങനെയാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എത്താൻ പറ്റുക. അപ്പൊ അതേപോലെ തന്നെ മെല്ലെ മെല്ലെ എല്ലാ സ്റ്റെപ്പും കയറി തന്നെ വേഗം തന്നെ എത്താനായിട്ട് എല്ലാവരും തന്നെ ശ്രമിക്കുക. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് വേറൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, എനിക്കിപ്പോ 23 വയസ്സായിട്ടുള്ളൂ. എന്റെ ആഗ്രഹം, ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കാൻ പഠിച്ചതന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിന് ശേഷം. കാരണം അന്ന് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് മുന്നേ എന്റെ ലൈഫ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു 23-24 ആകുമ്പോൾ മാരേജ് ചെയ്യുന്നു, ഒരു ജോലിക്ക് പോകുന്നു, 30-40 സാലറി വാങ്ങുന്നു, ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളത്. അന്ന് ഒരു ഡ്രീം, ഒരു ഫോൺ വാങ്ങണം എന്നുള്ള പോലും പ്രോപ്പർ ആയിട്ടുള്ള ഡ്രീം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം എനിക്ക് എന്താ പറയുക, ഇല്ലാത്ത ഡ്രീം ഒന്നുമില്ല. എല്ലാ സാധനങ്ങളും വാങ്ങണം, ഇങ്ങനെ കറങ്ങാൻ പോകണം. അതിലത്തെ ഏറ്റവും മെയിൻ സാധനം എന്താ വെച്ചാൽ എന്റെ സ്വന്തം കല്യാണം എന്റെ പൈസനെ കൊണ്ട് തന്നെ എനിക്ക് നടത്തണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് എന്റെ അച്ഛനും അമ്മേനെ കൊണ്ട്. പാവം അവർ ഇത്രയും വർഷം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, പിന്നെയും എന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് കഷ്ടപ്പെടുത്താൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് അവരെ കൊണ്ട് കഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ എന്റെ കല്യാണം എന്റെ വലിയൊരു ആഗ്രഹമാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. സോ എനിക്കൊരു വേൾഡ് ട്രിപ്പ് ഒക്കെ അടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. ഒരു ടെൻഷനും കാര്യങ്ങളും ഇല്ലാണ്ട് പൈസ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ വരാന്നുള്ളത്. അതിനേക്കാളും വലിയ
വലിയൊരു ആഗ്രഹം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ അനിയത്തിക്കും എനിക്കും 12 വയസ്സിന്റെ വ്യത്യാസം എന്നുള്ളത്. അപ്പൊ എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിയതിനു ശേഷം അവൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ത് ആഗ്രഹിച്ച് എനിക്ക് എന്ത് മാറ്റി വെക്കേണ്ടി വന്നോ അത് അവൾക്ക് ആ ഒരു തോട്ട് വരരുത്. എന്റെ ചേച്ചിനോട് പറഞ്ഞാല് എനിക്ക് എല്ലാം കിട്ടും, ഇല്ലെങ്കിൽ എന്താ പറയാ എന്റെ ചേച്ചി എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു ബിലീഫ് അവൾക്ക് വരുത്താം. അവൾക്ക് ഇപ്പൊ തന്നെ അവളെ ഫ്രണ്ട്സോട് എന്റെ ചേച്ചി ഭയങ്കരമായിട്ട് പിന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തെല്ലോ കൊണ്ടു തരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അത് കുറച്ചും കൂടി വലുത് അവളുടെ കല്യാണമൊക്കെ എന്താ പറയാ ഗ്രാൻഡ് ആയിട്ട് ചെയ്യണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹമുള്ളത്. അതേപോലെ തന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ ഒരു ബാംഗ്ലൂർ ഒരു ഫ്ലാറ്റിൽ ഒരു വീട് എടുത്തിട്ടാണ് ഉള്ളത്. പക്ഷെ ഒരു സ്വന്തമായിട്ട് എന്റെ അമ്മ എപ്പോഴും പറയും ഇങ്ങനെ ഒരു നല്ലൊരു വീട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അത് എന്നെ കൊണ്ട് സാധിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. വിത്തിൻ 1.5 ഇയേഴ്സിനുള്ളിൽ അത് ഞാൻ എന്തായാലും അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ അച്ഛൻ, പാവന്റെ അച്ഛൻ അങ്ങനെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പോഴാണ് ഇങ്ങനെ, എന്റെ അച്ഛൻ എന്റെ ലൈവ് എക്സാമ്പിൾ ആണ്. കാരണം അച്ഛന് ഇപ്പൊ സാലറി ഒരു 40,000 ഉണ്ടാവും, സാറ്റർഡേ സൺഡേ ലീവ് ഉണ്ടാവും. പക്ഷെ അദ്ദേഹം എന്താ പുറലോകം മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. എപ്പോഴും രാവിലെ അല്ല നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവും. രാത്രി ഒരു 7 മണിക്ക് ഇരുന്നാല് രാവിലെ 2 മണിക്കായിരിക്കും തീരുക. സംഭവം എന്താ പറഞ്ഞാൽ സാലറിയും കാര്യങ്ങളും എന്താ ജീവിതം ഇങ്ങനെ നടന്നു പോകുന്നു എന്നല്ലാണ്ട് ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ ഇപ്പൊ ഒരു നിയർലി 50 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഒരു ലൈഫ് എന്ന് പറഞ്ഞ സാധനം അച്ഛൻ മര്യാദയ്ക്ക് എൻജോയ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് നമ്മള് എത്ര പൈസ ഉണ്ടാക്കുന്നല്ല, എത്ര ഷോർട്ട് ടൈം കൊണ്ട് പൈസ ഉണ്ടാക്കി എന്നുള്ളതാണ്. എനിക്കിപ്പോ 23 ഇയേഴ്സ് ആയിട്ടുള്ളൂ. ഞാൻ 30 ഇയേഴ്സ് വരെ ഞാൻ പണിയെടുത്തെങ്കിൽ പോലും ബാക്കി കിടക്കല്ലേ 50 വർഷം എനിക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ. അപ്പോ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം തന്നെ. അങ്ങനെ കൊടുത്ത ആൾക്കാർക്ക് പോലും ഞാൻ പിന്നെ പോകുന്ന സമയത്ത് ആതിര മാഡം നിങ്ങൾ ഒറ്റൊരാൾ കൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് തന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നൊരു കാര്യം മാറ്റം കിട്ടിയത്, ഇല്ലെങ്കിൽ എനിക്ക് 2 to 3 ലക്ഷം വരെ ഹോസ്പിറ്റലിൽ ചെലവാവേണ്ട ഒരു സമയത്താണ് ഈ ഒരു പ്രൊഡക്ട്സ് കാരണം എനിക്ക് ഇത്രത്തോളം ചെറിയ ചെലവിൽ ഒരു കാര്യങ്ങളില്ലാണ്ട് പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യം പറയുന്നത് നമുക്കൊരു ഭയങ്കര ഒരു സമാധാനം. ഇതൊരു ജോലിക്ക് പോയാൽ നമുക്ക് കിട്ടില്ല. അതേപോലെ ജോലിക്ക് പോയാൽ തന്നെ ഇവളെ എങ്ങനെ താത്താം എന്നുള്ള രീതിക്കായിരിക്കും ചിന്തിക്കുക. പക്ഷെ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ലീഡേഴ്സ് എല്ലാവരും നോക്കിക്കോളൂ, എപ്പോ നോക്കിയാലും മോട്ടിവേറ്റ് മാഡം നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ഒരു വരുമാനം എത്തിക്കാം എന്നുള്ള രീതിക്കായിരിക്കും എല്ലാ ലീഡേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു വലിയൊരു ടീമിലാണ് നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുള്ളതും. അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ഒരു ഗൂഗിൾ മീറ്റിലേക്ക് എന്നെ ക്ഷണിച്ച സൗദ മാഡം STC, അതേപോലെ തന്നെ റഷീദ് സർ, അതേപോലെ തന്നെ ITC ബിജു സർ, നിങ്ങൾ എല്ലാവരും ഈ ഒരു മഹത്തായ ലീഡേഴ്സിന്റെ ടീമിലാണ് നിങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോ ആകെ ഒറ്റ കാര്യം പറയാനുള്ളൂ, മെയിൻ ആയിട്ട് ഒരു ബിലീഫ് ഈ പ്രൊഡക്ട്സിലും ഈ കമ്പനിയിലും നിങ്ങൾ ലീഡേഴ്സിലായിട്ട് ഒരു മെയിൻ ആയിട്ട് ഒരു ബിലീഫ് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ ചെയ്യെങ്കിൽ പോലും നമുക്ക് അതിലൊരു സക്സസ് എന്ന സാധനം ഉണ്ടാവില്ല. പക്ഷെ നമ്മളിത് പഠിച്ച് ചെയ്താൽ നമ്മൾ പിന്നെ ഒരാൾക്കും പിടിച്ചാൽ കിട്ടും. നമ്മൾ താഴെ ലീഡേഴ്സിന്റെ മേലെ ലീഡേഴ്സിന്റെ ഒന്നും നോക്കില്ല, നമ്മൾ കൃത്യമായിട്ട് ചെയ്തങ്ങ് പോകും. സോ മെയിൻ ആയിട്ട് ബിലീഫ് ഉണ്ടാവുക, കോൺഫിഡൻസ് ഉണ്ടാവുക, ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാവുക. തെറ്റാണെങ്കിൽ തെറ്റായിക്കോട്ടെ, പക്ഷെ കോൺഫിഡൻസ് അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് സംഭവം ഞാൻ എന്തുകൊണ്ടാ പറയുന്നത് വെച്ചാല്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരു സ്റ്റേജ് ഞാൻ TC ആയ സമയത്ത് സ്റ്റേജ് കയറിയിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് പറയണം എന്ന് പറഞ്ഞപ്പോ അന്നൊക്കെ എന്റെ ലീഡേഴ്സിന് കാലും കൈയും പിടിച്ചിട്ടുണ്ട്. എന്നെ ദൈവത്തോടെ തന്നെ സ്റ്റേജിൽ വിടല്ല, എനിക്ക് പറയാനൊന്നും തന്നെ അറിയില്ല. എനിക്ക് കാലൊക്കെ ഇങ്ങനെ സത്യമായിട്ടും കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കും, സ്റ്റേജ് പിന്നെ മൈക്ക് പിടിക്കുന്ന എല്ലാം വിറയ്ക്കുന്നത്. കാരണം അന്ന് എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബിലീഫ് ഉണ്ടായിരുന്നില്ല, അന്ന് എന്റെ എഫേർട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഈ കഴിഞ്ഞ കോഴിക്കോട് GTS തന്നെ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് പറഞ്ഞതെന്നുള്ളത്. കാരണം അന്ന് എന്നോട് പറഞ്ഞത് കൃത്യമായിട്ട് സാർ പറഞ്ഞത്, ടൈമില്ല മാഡം, ജസ്റ്റ് പേരും സ്ഥലം മാത്രമേ പറയാൻ നിങ്ങൾ എക്സ്പീരിയൻസ് പറയരുത് എന്നുള്ളത്. പക്ഷെ അത് എനിക്ക് പറയണം എന്നുള്ളത് ഇപ്പൊ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ഒരു വിറയില്ല, കാരണം കോൺഫിഡൻസ് ആണ് സംഭവം. എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് അങ്ങനെ പിന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടും.